കൊല്ലം പടക്കപ്പരയിലെ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി അഖിലിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതിയെ കൊട്ടിയത്തെ മൊബൈൽ കടയിൽ എത്തിച്ചു, തെളിവെടുത്തു. അമ്മ പുഷ്പലതയെ കൊന്ന ശേഷം അമ്മയുടെ ഫോൺ വിറ്റ കടയിലായിരുന്നു തെളിവെടുപ്പ്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, പറയൂ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതി അഖിൽകുമാറിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതിനുശേഷം നേരെ പോയത് കൊട്ടിയത്തേക്കാണ്. കൊട്ടിയത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ ഇയാൾ അമ്മയുടെ മൊബൈൽ ഫോൺ വിറ്റിരുന്നു. അവിടെ എത്തിച്ച് പ്രതിയെ തെളിവെടുത്തു. അതിനുശേഷം തിരിച്ച് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി പടപ്പക്കരയിലെ വീട്ടിൽ എത്തിച്ച് തെളിവെടുക്കുന്നതിനെ കുറിച്ചാണ് പോലീസ് ആലോചിക്കുന്നത്. കാര്യം അവിടെ രണ്ട് സാക്ഷികൾ കൂടി വരേണ്ടതുണ്ട്. അത് സാക്ഷികൾക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി വേണം. നടപടിക്രമം അങ്ങനെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമയത്തിന്റെ കാര്യം മാത്രമാണുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പടപ്പക്കരയിലെയും തെളിവെടുപ്പ് പൂർത്തിയാക്കും. അതോടുകൂടി തെളിവെടുപ്പുകൾ പൂർത്തിയാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. ഇയാളെ പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നിഷ്ഠൂരമായി ഈ അമ്മയെയും അതുപോലെ തന്നെ മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ്. പക്ഷേ തെളിവെടുപ്പ് സമയത്തും യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധമോ ആ പ്രതിയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. വളരെ ചിരിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പോലീസുകാരോട് പറയുന്ന ഒരു അവസ്ഥയാണ്. ലഹരിയുടെ അമിത ഉപയോഗം മൂലമുള്ള ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ലഹരി വാങ്ങാൻ വേണ്ടി കഞ്ചാവും മറ്റ് മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി പണം നൽകാത്തതിന്റെ പേരിൽ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മുത്തച്ഛൻ മരണപ്പെട്ടത്.